ഹേ ഓൾ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ഓഫീസിലെ ഓണം സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് മൊമെൻറ്റ്സൊക്കെ നമുക്ക് കാണാം കേട്ടോ. സെലിബ്രേഷൻ ഞങ്ങൾക്ക് 2 സെപ്റ്റംബറിലായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ രാവിലെ എത്തിക്കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ചെന്നു. അപ്പോൾ അവിടെ ഓൾമോസ്റ്റ് പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ചെണ്ടമേളം, പിന്നെന്താ മാവേലി ഉണ്ട്, അങ്ങനെ കുറച്ച് പ്രോഗ്രാംസൊക്കെ, പിന്നെ സിംഗിങ് കോമ്പറ്റീഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഓഫീസിൽ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഓവർ ക്രൗഡഡായിട്ട് കാണാത്തത്. ഇതിപ്പോൾ ടൈം ഒരു 10:30 ഒക്കെ ആയിട്ടുണ്ട്. 10:30 ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി ചെന്നായിരുന്നേ. അപ്പോഴേക്കും അവിടെ ഓരോരുത്തരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലല്ല നമ്മുടെ പ്രോഗ്രാംസൊക്കെ നടക്കുന്നത്, ബാക്കിലാണ്. അങ്ങനെ ഞങ്ങൾ താഴേക്ക് വന്നപ്പോൾ ഇത് താഴത്തെ ഫ്ലോറിലെ കമ്പനിയുടെ പൂക്കളമാണ്. ഇതാണ് ഞങ്ങളുടെ ഓഫീസിൻ്റെ മൊത്തമായിട്ടുള്ളൊരു പൂക്കളം എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഫാബ് ലാബ് എന്ന് പറയുന്നൊരു കമ്പനിയുടെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു പൂക്കളം കേട്ടോ അത്. പിന്നെ അവിടെ പൂക്കളം മത്സരമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ചുറ്റി കാണാനായിട്ട് പോയിട്ടുണ്ടായി ഞങ്ങൾ. ദെൻ അവിടെ ഇരുന്നു. അപ്പോൾ സാറ് വന്നപ്പോൾ കുറച്ചധികം ചോക്ലേറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായി. പിന്നെ ഞാനും കുറച്ച് ചോക്ലേറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായി. അതൊക്കെ അവിടെ വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അവിടെ സിംഗിങ് കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ ഓൾമോസ്റ്റ് നല്ല ക്രൗഡഡായി. അപ്പോൾ ഉച്ച ഒരു 12:30-1 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. ഞങ്ങൾ അവിടെ അടുത്തെന്ന് പറഞ്ഞാൽ കുറച്ചുണ്ട്. നിഹാര റിസോർട്ട്സ് ആൻഡ് സ്പാ എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ് ഞങ്ങൾ ഫുഡിന് ചൂസ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എറണാകുളംകാർക്കൊക്കെ അറിയാവുന്നൊരു സ്പോട്ടായിരിക്കും ഇത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ബുക്ക് ചെയ്ത് തരുന്നത്. സദ്യയായിരുന്നു, അടിപൊളി സദ്യയായിരുന്നു. എന്താ പറയുക, നല്ല ടേസ്റ്റി ആയിരുന്നു, എന്നാൽ നല്ല സർവീസായിരുന്നു. എടുത്ത് പറയേണ്ടത് അവരുടെ സർവീസാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും അപ്പം തന്നെ നമുക്ക് കൊണ്ടുവന്ന് തരും. എല്ലാം ഇഷ്ടാനുസരണം നമുക്ക് കഴിക്കാവുന്നതായിരുന്നു കേട്ടോ. ഇഷ്ടാനുസരണം നമുക്ക് എന്ത് വേണമെങ്കിലും അവർ തരുമായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു, നല്ല സദ്യയായിരുന്നു. ആദ്യം തന്നെ പരിപ്പിൽ നെയ്യിലാണ് തുടങ്ങിയത്. ദെൻ സാമ്പാർ, അങ്ങനെ കുറേ കറികൾ ഇങ്ങനെ വരാൻ തുടങ്ങി. ഫസ്റ്റ് സദ്യയാണ് ഞങ്ങളുടെ ഈ ഒരു 2025. ദെൻ എടുത്ത് പറയാനുള്ളത് അവരുടെ പായസം, പരിപ്പ് കൈൻഡ് ഓഫ് ഒരു പായസം ഉണ്ടായി. അത് നമുക്ക് കുഴച്ച് തിന്നാം. പപ്പടം പഴം പായസം കുഴച്ച് തിന്നാൻ ഭയങ്കര ടേസ്റ്റായിരുന്നു. ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ അടുത്ത് കഴിച്ച പായസങ്ങളിൽ വെച്ച് നല്ലൊരു സദ്യ പായസം വന്നത്. പിന്നെ എൻ്റെ ഫേവറേറ്റ് പാലട, ഒന്നും പറയാനില്ല. ഒരുപാട് അട കൂടുതലും പാല് അങ്ങനെ പറയണം. ഓൾമോസ്റ്റ് മിക്ക പായസങ്ങളിലും അട ഭയങ്കര കുറവായിരിക്കും. ഇത് നല്ല പായസമായിരുന്നു, ഓവർ മധുരമൊന്നുമില്ല, അത് നല്ല പായസമായിരുന്നു കേട്ടോ. ദെൻ ഞങ്ങൾ റിസോർട്ടൊക്കെ ഒന്ന് ചുറ്റിക്കാണാനായിട്ട് ഇറങ്ങിട്ടോ. ഇത് കടമക്കുടിയാണ്, കടമക്കുടി ഭാഗത്താണ് ഇത് ലൊക്കേറ്റ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഐലൻഡിൻ്റെ തീരമൊക്കെ അവിടെ ഉണ്ട്. ദെൻ അവിടെ ഒരുപാട് കമ്പനീസിലെ ആൾക്കാർ റിസോർട്ടിൽ ഇതുപോലെ തന്നെ ഓണം സെലിബ്രേഷൻ പ്രമാണിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു ക്രൗഡ് ഉണ്ട് അവിടെ. ഞങ്ങളപ്പോൾ ഇങ്ങനെ ചുറ്റി കാണുകയാണ്. കുറേ ഏരിയ ഉണ്ട് കേട്ടോ. നല്ലൊരു റിസോർട്ടായിരുന്നു. കുറേ ഏരിയ ഉണ്ട്. ഈ പറയുന്നോട്ട് റൂംസ് ഉണ്ട്, പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. ഇത് എല്ലാത്തിലും ഒരു എന്താ പറയുക, ഒരു വിൻറ്റേജ് ടച്ച് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട്. നല്ല നമുക്ക് കുറേ ഫോട്ടോസ് എടുക്കാനും ഒക്കെ പറ്റുന്ന പോലത്തെ ഓരോ നൂക്ക് ആൻഡ് കോർണറും അങ്ങനത്തെ ഒരു ഏരിയ ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഇത് അവിടുത്തെ എനിക്ക് തോന്നുന്നു ആ ഒരു പ്രീമിയം റിസോർട്ട് ഏരിയ എന്ന് തോന്നുന്നു, പൂളൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി നടക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, ഓരോ കോർണർ നല്ല ഭംഗിയിലാണ്, നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റണം പല രീതിയിലാണ്. ഞങ്ങൾ പിന്നെ സദ്യയൊക്കെ കഴിച്ച് ക്ഷീണിച്ച് നല്ല രീതിക്ക് വയ്യാണ്ടായിട്ടുണ്ടായി. അതുകൊണ്ട് തന്നെ അങ്ങനെ ഈ ഏരിയയിൽ ഞങ്ങളധികം ഫോട്ടോസൊന്നും എടുത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ അതൊന്ന് കയറി ഇരിക്കട്ടെ എന്ന് വെച്ചു. അത് നമ്മൾ ശരിക്കും നമ്മൾ ബാക്കിൽ നിന്ന് തള്ളി കൊടുക്കണമല്ലോ, അങ്ങനത്തെ ഒരു ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അത് ഇരിക്കുമ്പം തന്നെ അത്
തന്നെ മൂവ് ചെയ്യുന്നുണ്ടായിട്ടോ. അങ്ങനെ ഒരു 5 to 10 മിനിറ്റ്സോളം ഞങ്ങൾ പാർക്കിൽ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ആൾക്ക് കയറണമെന്ന് പറഞ്ഞ കാരണം അതിൽ കയറ്റിയിട്ടുണ്ട്. സാരിയുടെ തട്ടാണ് കയറിയേക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, തള്ളേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല, തന്നെ അത് പോകണ്ടായി. പിന്നെ ഞങ്ങൾ കുറച്ചിരി പേടിപ്പിക്കാമെന്ന് കരുതി ബാക്കിൽ നിന്ന് ഇങ്ങനെ തള്ളി കൊടുക്കുന്നുണ്ടായി. എന്നിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ പിള്ളേരൊക്കെ വന്നു, അത് കാരണം അവിടെ നിന്ന് ഇറങ്ങി അതിൻ്റെ ബാക്ക് വശത്തേക്കാണ് പോണത്. അപ്പോൾ അവിടെ ഭയങ്കര രസമുള്ളൊരു സിറ്റിംഗ് സ്പേസ് ഉണ്ടായി. ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു. ഈ റിസോർട്ടിൻ്റെ നല്ല കാമായിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു. പിന്നെ അവിടെ കുറച്ച് ചെയേഴ്സൊക്കെ ഉണ്ട്. ഈ ഒരു ചെയേഴ്സ് അവിടെ ഇരുന്ന് ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ അവിടെ കുറച്ചധികം നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. പിന്നെ ഓൾമോസ്റ്റ് അവിടെയൊക്കെ നടന്ന് കണ്ടിട്ടുണ്ട്, ഞങ്ങൾ മൊത്തം കവർ ചെയ്ത് കണ്ടിട്ടുണ്ട്. എല്ലാം ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, പറ്റണതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു റിസോർട്ടാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ സ്റ്റേ ചെയ്യാനായിട്ട് നോക്കണമെങ്കിൽ നല്ലൊരു ഓപ്ഷനായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഓണമായത് കാരണമാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു ക്രൗഡഡ് ആയിട്ട് നിൽക്കണേ. ഇല്ലെങ്കിൽ ഇത് നല്ലൊരു മോർണിംഗ് ഒക്കെ നല്ല അടിപൊളിയായിരിക്കും എന്ന് തോന്നുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ബോസിനെയും വൈഫിനെയും കാണുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവരെ തപ്പി ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ വന്ന വഴിയല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് വഴിയാണ് ഞങ്ങൾ നടന്നു പോണത്. അങ്ങനെ ഞങ്ങൾ നടന്നു പോകുമ്പോൾ അവർ ഞങ്ങളുടെ ഓപ്പോസിറ്റ് വന്നിട്ടുണ്ടായി. അപ്പോൾ 2 കൂട്ടരും മീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുക്കണമെന്ന്. അപ്പോൾ അങ്ങനെ കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ നൈസായിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇറങ്ങുന്ന ടൈമിൽ അവിടെ കുറേ ഓണം മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വേറെ ഓഫീസിലെയും കമ്പനീസിലെയൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവരുടേതായിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. ഞങ്ങൾ ഓഫീസെത്തിയപ്പോൾ എല്ലാവരും എന്താ പറയുക, അവശതയായിട്ടുണ്ടായി. കാരണം സദ്യയും ബിരിയാണിയൊക്കെ കഴിഞ്ഞ ഒരു ഉറക്കം അത് മസ്റ്റാണല്ലോ. അപ്പോൾ അതൊന്നുമില്ല. ഞങ്ങൾ ഡയറക്റ്റ് വേഗം ഓഫീസിലേക്ക് ചെന്നിട്ട് ഒന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ട് നേരെ താഴേക്ക് പ്രോഗ്രാംസിനായിട്ട് ഇറങ്ങി. അടിപൊളി പ്രോഗ്രാംസ് ആയിരുന്നു. ഈശാൻ്റെ എവരി പ്രോഗ്രാം അടിപൊളിയായിരുന്നു, നല്ല വൈബായിരുന്നു. നല്ല വെയിലുണ്ടായി, എന്നാലും എല്ലാവരും മാക്സിമം അടിച്ച് പൊളിച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒത്തു കിട്ടുന്ന സമയമുള്ളത്. അപ്പം ഡാൻസ് കോമ്പറ്റീഷൻസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഏതായിരുന്നു, മൈക്കേർന്ന് എന്തോ പറയണ ഒരു കമ്പനിയുടെ എൻട്രി ആണ് ഡാൻസിൻ്റെ. അവർ ഒരു തീം ബേസ്ഡ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ അവർക്കാണ് ഫസ്റ്റ് കിട്ടിയത്. അത് എല്ലാവരെയും ഉൾക്കൊള്ളിച്ച്, മീൻസ് ഓഫീസിലെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചായിരുന്നു അവർ ആ ഒരു ഡാൻസ് പെർഫോം ചെയ്ത് തരുന്നത്. അതും ഒരു തീം ബേസ് ആയിട്ടായിരുന്നു അവർ അത് സ്റ്റേജിൽ പെർഫോം ചെയ്തത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്കായിരുന്നു ഫസ്റ്റ് കിട്ടിയായിരുന്നേ. അവർ ഒരു തുടരും മൂവി പോലത്തെ ഒരു തീമായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയില്ല. അവർ ഒരു അഫെയർ, മീൻസ് ഒരു റിലേഷൻഷിപ്പ്, അതും രണ്ടും 2 സൈഡായിട്ടുള്ള ആൾക്കാരുടെ റിലേഷൻഷിപ്പ്, എന്നിട്ട് അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അവരുടെ ഫാമിലി ഇഷ്യൂസ്, അങ്ങനെ ആ ഒരു തീം എന്താണ് കൊണ്ടുവന്നത്. അപ്പോൾ മെയിനായിട്ട് അവരുടെ പ്രസൻറ്റേഷനാണ് എല്ലാവർക്കും ഇഷ്ടമായത്. ഭയങ്കര ഓളമായിരുന്നു. അവർ സ്റ്റേജിലേക്ക് വന്നത് തന്നെ നല്ല ഓളത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഇത് കിട്ടിയായിരുന്നു, മീൻസ് ഒരു എനർജി ഉണ്ടായി. അപ്പോൾ അവരുടെ ഡാൻസ് പെർഫോമൻസ് അവിടെ തുടങ്ങിയിട്ടുണ്ട്. തുടക്കത്തിലെ എല്ലാ ഗേൾസും ഡാൻസ് പെർഫോം ചെയ്യേണ്ടത്. പിന്നെയാണ് അത് തീമിലേക്ക് വന്നത്. ആദ്യം ഒരു ഫാമിലിയിലാണ് അവർ കാണിച്ചത്. അതിൽ മകൻ ജോലിക്കൊന്നും പോകാണ്ട് വെറുതെ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ അമ്മയും അച്ഛനും ഉപദേശിച്ച് പഠിക്കാനായിട്ട് വിടുകയാണ്. അവർ പറയുന്നുണ്ട്, പ്രേമിക്കാൻ വേണ്ടിയെങ്കിലും നീയൊന്ന് കോളേജിൽ പോ, അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞ് മകനെ വിടണ ഒരു സീനാണിത്. അങ്ങനെ ആൾ കോളേജിലെത്തി, മീറ്റ് ചെയ്യണം, ഓരോ ഗേൾസിനെ മീറ്റ് ചെയ്യണു, ഭയങ്കര വൈബാവണു, പിന്നെ റിലേഷൻ ആവണു. അങ്ങനെ ഒരു തീമിലേക്കാണ് ഇത് പോണത്. പക്ഷേ ഈ തീമിൻ്റെയൊക്കെ ഇടയ്ക്ക് നല്ല നല്ല അടിപൊളി ഡാൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോ സർക്കംസ്റ്റൻസസ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ ബേസ് ചെയ്യുന്ന കുറേ ഡാൻസ് അവർ കയറ്റിയിട്ടുണ്ട്. അത് എല്ലാവരും കൂടി കയറി സ്റ്റേജിൽ കളിച്ചപ്പോൾ ഭയങ്കര ഒരു ഓളോർന്ന്, കാണികൾക്കൊക്കെ ഭയങ്കര
ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 2-3 പേരൊക്കെ കളിക്കുമ്പോൾ നമുക്ക് കണ്ടിരിക്കാൻ തോന്നുള്ളൂല്ലോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ കൂടെ ഭയങ്കര വൈബായിട്ട് നിൽക്കാനായിട്ട് തോന്നിയ ഒരു പെർഫോമൻസ് ആയിരുന്നു. അതുകൊണ്ടായിരിക്കാം മേ ബി ഇവർക്ക് ഫസ്റ്റ് കൊടുത്തേ. പക്ഷേ സ്റ്റേജ് നിറഞ്ഞങ്ങോട്ട് നിൽക്കുകയായിരുന്നു. അങ്ങനൊരു പെർഫോമൻസ് ആയിരുന്നു അവരുടെ. അങ്ങനെ അവർക്ക് ഫസ്റ്റ് കിട്ടിയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, കലാശക്കൊട്ടായിരുന്നു അത്. എല്ലാവരും അവർ ഈ പുറത്തുനിന്ന് ആൾക്കാർ കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പോൾ മറ്റേ ഡ്രംസോ എന്തായിരുന്നു അതിൻ്റെ പേര് ഞാൻ മറന്നു, ഡോലോ അങ്ങനെ എന്തോ പറയില്ല, അതിന് വേണ്ടിയിട്ട്. ദെൻ ഞങ്ങൾക്ക് ഒരു ഡ്രോൺ ഷൂട്ട് ഉണ്ടായി. അത് ഭയങ്കര തമാശയായിരുന്നു. ഡ്രോൺ ഷൂട്ട് ചെയ്യാനായിട്ട് എല്ലാവരും കൂടിയും സെൻറ്റർ ഭാഗത്തേക്ക് ചെന്നായിരുന്നു. ഡ്രോൺ കാറ്റ് കൊണ്ടാണോ എന്തോ മേളിലേക്ക് അങ്ങോട്ട് പോയി. അത് കാക്കകളുടെ ഇടയിലായി പോയി. കാക്കകൾ അതിനെ ചുറ്റും വട്ടുവിട്ട് അങ്ങോട്ട് പറക്കുകയായിരുന്നു. ഒരു 10-15 മിനിറ്റ് അത് പോകാനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിന്നായിരുന്നു. ദെൻ ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് ഇറങ്ങിയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം ആണ് ഒരു 3 days. അപ്പോൾ എല്ലാവരും കുറേ പേരൊക്കെ നാട്ടിൽ പോവുകയാണ്. കുറേ പേരെന്നല്ല, എല്ലാവരും നാട്ടിൽ പോവുകയാണ്. അപ്പോൾ ഞാൻ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായി. ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇപ്പോഴും സ്റ്റിൽ അവിടെ പ്രോഗ്രാം നടക്കുകയാണ്. അവിടെ DJ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് നിൽക്കാനുള്ള കാരണം ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു 7:30 എന്തായിട്ടുണ്ട് നൈറ്റ്. അങ്ങനെ എൻ്റെ ഊബർ വന്നു, ഞാൻ ഇറങ്ങി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഓണത്തിൻ്റെ ചെറിയൊരു വിശേഷം എന്ന് പറയുന്നത്. നല്ലൊരു ഓണ സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു മെയിനായിട്ടുള്ള മൊമെൻറ്റ്സ്. ഇന്നത്തെ വീഡിയോ ഇതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് തന്നെ എല്ലാവർക്കും ബൈ.